بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد ബഹുമാന്യരായ ഉലമാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ മൂവാറ്റുപുഴ താലൂക്ക് പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന ഇഷ്ഖുർ റസൂൽ പ്രോഗ്രാമിലാണ് നാം പങ്കെടുക്കുന്നത്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുന്നതും തങ്ങളുടെ മദ്ഹ് പറയുന്നതും വളരെ ഉദാത്തമായ പുണ്യകർമ്മമാണ്. അള്ളാഹുവിൻ്റെ സന്തോഷവും പൊരുത്തവും ലഭിക്കാൻ അത് കാരണമായി തീരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും ഈമാൻ വർദ്ധിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, ഇക്റാമ്, ആദരവ് വർദ്ധിക്കുവാനും അതുവഴി ദീനീയായ ഉത്കർഷം ലഭിക്കാനും അത് കാരണമാകും. എന്ന് മാത്രമല്ല, ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ അള്ളാഹുവിൻ്റെ റസൂൽ സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, അവിടുത്തെ ആശയങ്ങൾ, ആദർശങ്ങളെക്കുറിച്ച് വിപുലമായ നിലയ്ക്ക് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദീനു അൻ-നസീഹത്തു, ദീൻ എന്നാൽ ഗുണകാംക്ഷയാവുന്നു, ഗുണം കാംക്ഷിക്കലാണ് ദീൻ. ഖാലു ലിമൻ, ആരോടൊക്കെയാണ് ഗുണകാംക്ഷ ഉണ്ടാകേണ്ടത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലില്ലാഹി വലി റസൂലിഹി, തുടങ്ങി 6-7 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു പോകുന്നുണ്ട്. അള്ളാഹുവിനോട് നിങ്ങൾ ഗുണകാംക്ഷാപരമായി സമീപിക്കണം. അള്ളാഹുവിനോട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനോട്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും നന്മ നിറഞ്ഞ മനോഭാവത്തോടെ നിങ്ങൾ പെരുമാറണം എന്നർത്ഥം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലി റസൂലിഹി, ബഹുമാനപ്പെട്ട സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഗുണകാംക്ഷാപരമായ സമീപനം നിങ്ങൾ പുലർത്തണം. അതിൻ്റെ വ്യാഖ്യാന വിശദീകരണങ്ങളിൽ ഉലമാക്കൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുക, വിശ്വസിക്കുക, തങ്ങളെ അനുധാവനം ചെയ്യുക, ഇതെല്ലാം ബാധ്യതയായ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുവാനോ തങ്ങളുടെ ആദർശത്തെ പരിഹസിക്കുവാനോ ശ്രമിക്കുമ്പോൾ കാലാകാലങ്ങളിൽ അതിന് അനുയോജ്യമായ നിലയ്ക്ക് മറുപടി നൽകുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉയർന്ന അത്യുദാത്തമായ വ്യക്തിത്വത്തെ ഉയർത്തി കാണിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട വിശ്വാസം, ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ട്. അതാണ് ഈ ഹദീസിന്റെ അർത്ഥം. നമുക്കിന്നറിയാം, നമ്മുടെ ചുറ്റുപാട്, വിശിഷ്യ കേരളത്തിൽ ഇസ്ലാമിനോട് വൈരാഗ്യവും വെറുപ്പും പുലർത്തുന്ന പല രീതികളും ഇന്ന് നമ്മുടെ ചുറ്റുപാട് വളർന്നു വരികയാണ്. ഫാസിസം മാത്രമല്ല, ഒരു വിഭാഗം ആളുകൾ ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അവർ ആനുകൂല്യം പറ്റി യുക്തിവാദത്തിന്റെ മറവിൽ അള്ളാഹുവിന്റെ ദീനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇകഴ്ത്താൻ വേണ്ടി മാത്രമായി അവരുടെ സമയങ്ങളെ വിനിയോഗിക്കുകയാണ്. അവർ യുക്തിവാദികളാണെന്നാണ് പറയുന്നത്, മതവിശ്വാസമില്ലാത്തവരാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മതവിശ്വാസത്തിൻ്റെയും അവർക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ അവർ പറയണ്ടേ? എല്ലാ മതത്തിൻ്റെയും വിശ്വാസപരമായ സംഗതികളോട് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതിനെ അവർ തുറന്നു കാണിക്കണ്ടേ? അവർ അത് ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ദീനിനെയും ഖുർആനിനെയും മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇത് ഒരിക്കലും വിജയകരമാവുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ തങ്ങളെ എഴുത്തുവാനും തങ്ങളെ കൊച്ചാക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രീലാളിതരായി തന്നെ പുറത്താക്കിയ അതേ മക്കയിലേക്ക് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരികയും മക്കം ഫതഹോടുകൂടി മക്കത്തുൽ മുകറമ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അന്നു മുതൽക്ക് ഇന്നോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിന്റെ സ്ഥിരാകേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്യുകയാണ്. ഇതാണ് ഇനിയും ചരിത്രം എന്ന് പറയുന്നത്. ആവർത്തനമാണല്ലോ, ചരിത്രം ഇനിയും ആവർത്തിക്കാനുള്ളതാണ്. അതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. ഇത്തരം ചുറ്റുപാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ ആദർശ നിലപാടുകളെയും കൂടുതൽ പരിചയപ്പെടുത്താനുള്ള ഏത് ചെറിയ ശ്രമവും അള്ളാഹുവിനടുക്കൽ വളരെ വലിയ പ്രതിഫലാർഹമായ ഉയർന്ന സൽക്രമമാണ്. നബിദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളും ഇതെല്ലാം അതിൻ്റെ ഘോഷയാത്രയാണെങ്കിൽ ഒരു വലിയ പ്രചരണമാണ്. നബിദിന പരിപാടികൾ ഒരു ചെറിയ പിക്ചർ പോലും ഒരു വലിയ സന്ദേശമാണ്. അതിന് സാമൂഹികമായിട്ടുള്ള ഒരു വലിയ ചുറ്റുപാട്, ഒരു പശ്ചാത്തലം ഇപ്പോൾ അതിന് ഉണ്ട്. ആ നിലയ്ക്ക് ഏതൊരു നബിദിന പരിപാടികളെയും ദീൻ അംഗീകരിക്കുന്ന കറാഹത്തുകൾ, ഹറാമുകൾ കൂടിക്കലരാത്ത ഏതൊരു നബിദിന പരിപാടിയെയും മുക്തകണ്ഠം നാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഒരു ചെറിയ സംഭവം പറയാം. അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അഹ്മദ്, അബൂ ദാവൂദ്, ഇബ്നു ഹിബ്ബാൻ ഉൾപ്പെടെയുള്ളവർ നിവേദനം ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അന്നംറഅത്തൻ ഖാലത്ത്, ഒരു സ്ത്രീ പറഞ്ഞു, ഒരു സ്വഹാബി വനിത, യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലരെ, ഇന്നി നദർതു, ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, അൻ അളിബ അലാ റഅസിക ബിദ്ദഫ്, അങ്ങയുടെ മുമ്പിൽ ദഫ് മുട്ടിക്കൊള്ളാം എന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തിന് പോയി മടങ്ങി വന്നപ്പോഴാണ് ഈ സംഭവം. അല്ലാഹുവിന്റെ റസൂലർ അങ്ങ് സാലിമായി ഒരു അപകടവുമില്ലാതെ തിരിച്ചു മദീന മുനവ്വറയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അങ്ങയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദഫ് മുട്ടാമെന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, എനിക്കത് അനുവദിക്കണം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഫി ബിനദ്രികി, ഔഫി, നീ പൂർത്തിയാക്കിക്കൊള്ളുക, ബിനദ്രികി, നിന്റെ നേർച്ചയെ നീ പൂർത്തിയാക്കിക്കൊള്ളുക. ഈ ഹദീസ് ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, അഹ്മദ് ഉദ്ധരിച്ചു, അബൂ ദാവൂദ് ഉദ്ധരിച്ചു. സഹീഹാണെന്ന് മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പിൽ ദഫ് മുട്ടാൻ വേണ്ടി വന്ന ഒരു സ്വഹാബിയ വനിതയോട് അത് മുട്ടിക്കൊള്ളാൻ അനുവാദം കൊടുത്തതിന് ഒരു സാമൂഹികമായ പശ്ചാത്തലമുണ്ട്. ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി മടങ്ങി വരില്ലെന്നും മദീന പ്രവാചക മുക്ത മദീനയാവുമെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച ഇസ്ലാമിന്റെ ശത്രുക്കളും മുനാഫിക്കുകളുമായ കുറെ ആളുകൾ അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാസാന്നിധ്യത്തെ അഭിമാനപൂർവം അത് വിളംബരപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ സ്വഹാബി വനിതയുടെ മാനസികമായ ലക്ഷ്യവും താല്പര്യവും. അതിന് തീർച്ചയായിട്ടും ഒരു വലിയ സാമൂഹികമായ അനിവാര്യത അവിടെ ഉണ്ടായിരുന്നു. കാരണം നബി തങ്ങൾ മടങ്ങി വരരുത് എന്ന് ആഗ്രഹിച്ച ആളുകളുടെ മുമ്പിൽ തങ്ങൾ ഇതാ മടങ്ങി വന്നിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഔലുൽ മഅബൂദ്, ബദറുൽ മജ്ഹൂദ് ഉൾപ്പെടെയുള്ള ഹദീസ് കിതാബുകളിൽ അല്ലാമ ഖത്താബിയുടെ ഒരു അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. ലമ്മത്തസ്ല ബിഇദ്ഹാരിൽ ഫറഹി, സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നപ്പോൾ, ലിസലാമത്തി മഖ്ദമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിൽ എല്ലാവിധമായ അപകടങ്ങളെ തൊട്ട് മുക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നതിനാൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. വകാനത് ഫീഹി, അതിലുണ്ടായി മസാഅത്തുൽ കുഫാർ, കാഫിരീങ്ങളുടെ മുമ്പിൽ, അവിശ്വാസികളുടെ മുമ്പിൽ അവർക്ക് ഒരു പരാജയവും തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാക്കേണ്ടത് ആവശ്യമായി വരികയും വൈറാമുൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളുടെ അപമാനകരമായ പരാജയത്തിന് അടയാളമായി അത് മാറുകയും ചെയ്തപ്പോൾ സ്വാറ ഫിഅലുഹു കബഅൽ ഖുർബി, അത് വലിയൊരു സൽക്കർമ്മമായി മാറുകയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഖത്താബി പറയുന്നത്.
ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഈ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ പ്രസിദ്ധമായ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ കിതാബുൻ നദറിൽ അദ്ദേഹം പറയുന്നു, ലമ്മഖ്തറന ബിഹി മിൻ ഗായത്തി സുറൂരിൽ മുസ്ലിമീൻ. എന്തുകൊണ്ടാണ് ദഫ് മുട്ടിക്കോട്ടെ എന്ന് ചോദിച്ച ഒരു നിസ്സാര കാര്യവുമായി അള്ളാഹുവിന്റെ റസൂലരുടെ മുമ്പിൽ വന്ന ഒരു സഹാബി വനിതയോട് ദഫ് മുട്ടിക്കോളാൻ നബി തങ്ങൾ അനുവാദം കൊടുത്തത് എന്താണ്? അതിന്റെ പുറകിൽ ലക്ഷ്യമുണ്ട്. മിൻ ഗായത്തി സുറൂരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുക. വഇആദത്തുൽ മുനാഫിഖീന, കപടവിശ്വാസികളുടെ അപമാനം തുറന്നു കാണിക്കുക. ബിഖുദൂമിഹി, എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ട് മുക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മദീനയിൽ തിരിച്ചു വന്നു എന്നതിന്റെ പേരിൽ ഫകാന വസീലത്തൻ ലിഖുർബത്തിൻ അമ്മ, അപ്പോൾ അതൊരു പൊതു നന്മയുടെ അനിവാര്യമായ മാർഗമായി അത് മാറുകയായിരുന്നു. വലാ യബഉദു ഫീമാ ഹുവ വസീല ലിഹാദിഹി അന്നഹു മൻദൂബുൻ. ഇത്തരം മുസ്ലിം സമുദായത്തിന് പൊതു നന്മയെ അറിയിക്കുന്ന ഏതു കാര്യവും അത് മൻദൂബ് എന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധിയുടെ പരിധിയിൽ വരുന്നതാണ് എന്ന് ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അതിനെ നിയമം വിശദീകരിച്ചു. അപ്പൊ ചുരുക്കത്തിൽ സമുദായത്തിന് ഇസ്സത്തും അഭിമാനവും ഉണ്ടാകുന്ന ഏതൊരു കാര്യവും ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ഇസ്ലാം വിരോധികൾക്ക് പരാജയമുണ്ടാകുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അഥവാ അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു കാര്യവും നല്ല ലക്ഷ്യത്തോടെ ആയതുകൊണ്ട് അത് സൽക്കർമ്മമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇന്നത്തെ പശ്ചാത്തലങ്ങളിൽ നബിദിന പരിപാടികൾ സോഷ്യൽ മീഡിയകൾ വഴിയാണെങ്കിൽ പോലും ഒരു മദീന മുനവ്വറയുടെ പരിശുദ്ധമായ പച്ചക്കുബ്ബയുടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമാനകരമായ ചരിത്രത്തെ സൂചിപ്പിക്കുന്ന ഏതൊരു സംഗതിയുടെയും ഒരു പിക്ചർ പോലും പ്രചരിപ്പിക്കുന്നത് ഇന്നത്തെ കാലയളവിൽ വലിയ സൽക്കർമ്മവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന നല്ല കാര്യവുമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, മൂവാറ്റുപുഴ താലൂക്കിലെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നല്ലവരായ പണ്ഡിതന്മാർ, പ്രവർത്തകർ ഇഷ്കുർ റസൂൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഭിന്നമായി സാമൂഹികമായി നടത്താൻ കഴിയാതെ വരുന്ന പശ്ചാത്തലത്തിൽ ഓൺലൈൻ പ്രോഗ്രാമായി പോലും അത് നടത്താൻ മുന്നോട്ട് വന്നതിനെ മുക്തകണ്ഠം ശ്ലാഘിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഗുണഗണങ്ങളും സ്വഭാവങ്ങളും മഹത്തായ ആദർശങ്ങളും ഇസ്ലാമിന്റെ മഹത്തായ മൂല്യങ്ങളും കൂടുതൽ കൂടുതൽ ഉയർത്തിപ്പിടിക്കാനുള്ള നമ്മുടെ മതപരമായ ബാധ്യത നാം നിർവഹിക്കണം. അതിന് ഇതുപോലുള്ള അവസരങ്ങൾ കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദ്യമായ ആശംസകൾ നേർന്ന് അള്ളാഹു നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും, എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു റഹ്മത്ത്, ബറക്കത്ത്, കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.